ओम नमो भगवते वासुदेवाय। श्री ब्रह्मोवाच उत्तिष्ठोत्तिष्ठ भद्रं ते तव सिद्धोऽसि कश्यप वरदो अहमनुप्राप्तो म्रियतामीप्सितो वर। हरे कृष्ण प्रभु जी। हरे कृष्ण। पंकजाश्री माता जी हरे कृष्ण। हरे कृष्ण। हरे कृष्ण प्रभु जी प्रणाम। ओम नमो भगवते वासुदेवाय। श्री ब्रह्मोवाच उत्तिष्ठोत्तिष्ठ भद्रं ते तव सिद्धोऽसि कश्यप वरदोऽहमनुप्राप्तो प्रियतमाविस्पितो वरः। हरे कृष्ण प्रभु जी प्रणाम। हरे कृष्ण। वत्सलाचार्य माता जी हरे कृष्ण। ओम हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। श्री ब्रह्मोवाच उत्तिष्ठोत्तिष्ठ भद्रं ते तव सिद्धोऽसि कश्यप वरदोऽहमनुप्राप्तो प्रियतामीप्सितो वरः। हरे कृष्ण प्रभु जी। हरे कृष्ण। सीतारामन माता जी हरे कृष्ण। हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। श्री ब्रह्मोवाच उत्तिष्ठ भद्रं ते तपसिद्धोऽसि कश्यपः वरदेहमनुप्राप्तो प्रियताम समीपस्थितो वरः। हरे कृष्ण प्रभु जी। हरे कृष्ण जी। मलमाता जी हरे कृष्ण। हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। श्री ब्रह्मोवाच उत्तिष्ठोत्तिष्ठ भद्रं ते तव सिद्धोऽसि कश्यप वरदोऽहमनुप्राप्तो व्रियतामीप्सितो वरः। हरे कृष्ण प्रभु जी। हरे कृष्ण। राजी माता जी हरे कृष्ण। हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। श्री ब्रह्मोवाच उत्तिष्ठोत्तिष्ठ भद्रं ते तव सिद्धोऽसि कश्यप वरदोऽहमनुप्राप्तो प्रियमादामीप्सितो वरः। हरे कृष्ण प्रभु जी। हरे कृष्ण। ओके മറ്റുള്ളവർക്ക് അടുത്ത ക്ലാസ് ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ കശ്യപപുത്ര ദയവായി എഴുന്നേൽക്കുക. നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. നീ ഇപ്പോൾ നിന്റെ തപസ്സിൽ പരിപൂർണനായിരിക്കുന്നു. അതിനാൽ ഞാൻ വരം നൽകാം. നീ ഇച്ഛിക്കുന്നത് എന്തും എന്നോട് ചോദിക്കുക. നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഞാൻ പരിശ്രമിക്കാം. ഹിരണ്യഗർഭൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാവിന്റെ ഭക്തനായി തീർന്ന ഹിരണ്യകശിപു അദ്ദേഹത്തെ സംപ്രീതനാക്കാൻ ഹിരണ്യകം എന്നറിയപ്പെടുന്ന കഠിന തപസ്സനുഷ്ഠിച്ചു എന്ന് ശ്രീല മധ്വാചാര്യർ സ്കന്ദപുരാണത്തിൽ നിന്നും ഉദ്ധരിക്കുന്നു. രാക്ഷസന്മാരും അസുരന്മാരും ബ്രഹ്മദേവനെയും മഹാദേവനെയും പോലുള്ള ദേവന്മാരെ അവരുടെ പദവികൾ തട്ടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരാധിക്കുന്നത്. മുൻ ശ്ലോകങ്ങൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. 18ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത്രാശ്രമഹമേതം തേ ഹൃത്സാരം മഹദത്ഭുതം ദംശഭക്ഷിതദേഹസ്യ പ്രാണാഹസ്തിഷു ചേരതേ. അത്രാശ്രമഹമേതം തേ ഹൃത്സാരം മഹദത്ഭുതം ദംശഭക്ഷിതദേഹസ്യ പ്രാണാഹസ്തിഷു ചേരതേ. ഹരേ കൃഷ്ണ. हरे कृष्ण. हरे कृष्ण प्रभु जी।
ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേതേ ദേഹസ്സാരം മഹദദ്ഭുതം ദം ച ഭക്ഷിത ദേഹസ്യ പ്രാണാഹസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സ്വർണ്ണപ്രഭ മാതാജി ചൊല്ലിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരതി. ഹരേ കൃഷ്ണ. കൃഷ്ണം മാതാജി ചൊല്ലിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേദന്ധേ കൃത്സാരം മഹദത്ഭുതം ദം ച ഭക്ഷിത ദേഹസ്യ പ്രാണാഹൃസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വസന്ത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേതം തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശ ഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരതേ. ഹരേ കൃഷ്ണ പ്രഭുജി. അനുപ്രതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേതം തേ ഹൃത്സാരം മഹദദ്ഭുതം ദം ച ഭക്ഷിത ദേഹസ്യ പ്രാണാഹൃസ്തിഷു ശേരതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാരതി അമ്മ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേദം തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശ ഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വാഭാവികമ്മ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷം അഹമേദം ദേഹസാരം മഹദ്ഭുതം ദശഭക്ഷിതോ ദേഹസ്യ പ്രാണോ ഹി അസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരിദാട്ടി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേദം തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശ ഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നായർ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേതം തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശഭക്ഷിത ദേഹസ്യ പ്രാണാഹസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാന്തദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേദം തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശ ഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രത്നാശേശ്വരൻ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേദം തേ കൃസ്യാരം മഹദദ്ഭുതം ദംശഭക്ഷിതോ ദേഹസ്യ പ്രാണോ ഹൃസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. അദ്രാക്ഷമഹമേതം തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശ ഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വത്സലഗോപാലൻ മാതാജി ചോദിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേദം തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാരുതമംഗളദേവദാസ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാക്ഷമഹമേദം തേ ഹൃത്സാരം മഹദദ്ഭുതം ദംശഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരദേ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തുളസിക്ക മാതാജി.
ഹരേ കൃഷ്ണ പ്രഭുജേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്രാശമഹമേദം ദേഹൃസ്താരം മഹദൽബുദം ദംശഭക്ഷിത ദേഹസ്യ പ്രാണാഹ്യസ്തിഷു ശേരദേ. ഹരേ കൃഷ്ണ പ്രഭുജേ. ഓക്കെ, മറ്റുള്ളവർക്ക് അടുത്ത് വരുന്ന ശ്ലോകം ഇവർക്കും ഭാവാർത്ഥം. നിന്റെ ഉദ്യമം കണ്ട് ഞാൻ വളരെയധികം അതിശയിക്കുന്നു. വിരകളാലും മുറുമ്പുകളാലും ഭക്ഷിക്കപ്പെടുമ്പോഴും നീ നിന്റെ പ്രാണവായുവിനെ അസ്ഥികളിൽ വിന്യസിപ്പിച്ച് സൂക്ഷിക്കുന്നു. നിശ്ചയമായും ഇത് വിസ്മയകരമാണ്. ഭാവാർത്ഥം സാമ്യസിലത്തെ ഹിരണ്യകശിപു പ്രകടിപ്പിച്ച ഈ ഉദാഹരണത്തിൽ നിന്ന് ആത്മാവിനെ അസ്ഥികളിലൂടെ പോലും നിലനിൽക്കാൻ കഴിയുമെന്ന് കാണാൻ കഴിയും. മഹായോഗികൾ സമാധിയിലാകുമ്പോൾ അവരുടെ ശരീരം മറവ് ചെയ്യപ്പെട്ട് ത്വക്കും മജ്ജയും രക്തവും പുഴുവരിച്ച് തീർക്കുമ്പോൾ അവശേഷിക്കുന്ന അസ്ഥികളിലൂടെ അവർക്ക് അതീന്ദ്രിയാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും. ക്രിസ്തുദേവൻ അദ്ദേഹത്തിന്റെ ശരീരം മറവ് ചെയ്തതിന് ശേഷവും അതിന്റെ അവശിഷ്ടങ്ങളിൽ അസ്തിത്വം പ്രാപിച്ചിരുന്നു എന്നും അദ്ദേഹം പിന്നീട് കാശ്മീരിലേക്ക് പോയെന്നും ഈ അടുത്ത കാലത്തും ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞൻ അയാളുടെ കണ്ടെത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെന്നും അയാളുടെ കണ്ടെത്തൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സമാധിയിലായി യോഗികൾ മറവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടും അവരുടെ ശാരീരിക അവശിഷ്ടങ്ങൾ മണിക്കൂറുകളോളം കേടുകൂടാതെ നിലനിന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരു യഥാർത്ഥ യോഗിക്ക് അവനെ മറവ് ചെയ്ത് കഴിഞ്ഞാലും മണിക്കൂറുകൾ മാത്രമല്ല വർഷങ്ങളോളം പോലും അതീന്ദ്രിയാവസ്ഥയിൽ സ്വയം ജീവൻ നിലനിർത്താൻ കഴിയും. പ്രഭുപാദ് കീ ജയ്. 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈദത് പൂർവർഷയ ചക്രുർ ന കരിഷ്യന്തി ചാപരേ നിരംബുർധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യ സമാശതം. നൈദത് പൂർവർഷയ ചക്രുർ ന കരിഷ്യന്തി ചാപരേ നിരംബുർധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യ സമാശതം. ഹരേ കൃഷ്ണ. ഗീതാസി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈതത് പൂർവർഷയ ചക്രുർ ന കരിഷ്യന്തി ചാപരേ നിരംബുർധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യ സമാശതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രസന്നകുമാരി മാതാജി ചൊല്ലുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം. ഓ നമോ ഭഗവതേ വാസുദേവായ. നൈതത് പൂർവർഷയച്ചകൂർണ കരിഷ്യന്തി ചാവരേ നിരംബോർധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യ സമാശതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈതത് പൂർവർഷയ ചകുർന കരിഷ്യന്തി ചാപരേ നിരംബുർധരയേത് പ്രാണാൻ കോ വൈ ദിവ്യ സമാശതം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈതത് പൂർവർഷയാശ്ചക്രോർണ കരിഷ്യന്തി ചാപരേ നിരംബോർധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യ സമാശതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിജയജി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈതത് പൂർവവർഷയശ്ചക്രൂർന കരിഷ്യന്തി ചാപരേ നിരംബുർധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യ സമാശതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നൈതത് പൂർവവർഷയസ്കൃർണ കരിഷ്യന്തി ചാപരേ നിരംബോർധാരയേത് പ്രാണാൻ കോ വൈ ദിവ്യ സമാശതം. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ.
ഇത്തരമൊരു കഠിന തപസ്സനുഷ്ഠിക്കാൻ മുമ്പേ ജനിച്ചിരുന്ന പ്രഭുവിനെ പോലുള്ള ഒരു മഹർഷിമാർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. ഭാവിയിൽ ആർക്കും അതിന് കഴിയുകയുമില്ല. 100 ദേവവർഷക്കാലം ജലപാനമില്ലാതെ നിലനിൽക്കുവാൻ ത്രിലോകങ്ങളിൽ ആരാൽ സാധ്യമാകും? ഭാവാർത്ഥം ഒരു യോഗിക്ക് അനേകം വർഷക്കാലം ജലപാതമില്ലാതെ ബാഹ്യശരീരം ഉറുമ്പുകളും ചെറുപ്രാണികളും ഭക്ഷിച്ചാൽ പോലും യോഗ പ്രക്രിയ കൊണ്ട് ജീവിക്കുവാൻ കഴിയുമെന്ന് കാണപ്പെടുന്നു. 20ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യവസായേന തേ അനേന ദുഷ്കരേണ മനസ്സിനാം തപോനിഷ്ഠേന ഭവദാചിതോഹം വിധിനന്ദന. വ്യവസായേന തേ അനേന ദുഷ്കരേണ മനസ്സിനാം തപോനിഷ്ഠേന ഭവദാചിതോഹം വിധിനന്ദന. എന്റെ പ്രിയപ്പെട്ട വിധിനന്ദന, ആ വിശുദ്ധർക്ക് പോലും ദുഷ്കരമായ കാര്യം നീ നിന്റെ ദൃഢനിശ്ചയത്താലും തപസ്സിനാലും സാധിച്ചിരിക്കുന്നു. ആ വിധത്തിൽ തീർച്ചയായും നീ എന്നെ ജയിച്ചിരിക്കുന്നു. അവരെന്ത് ബ്രഹ്മാവ് പറഞ്ഞില്ലേ? ചിത എന്ന വാക്ക് സംബന്ധിച്ച് ശ്രീല മധ്വമുനി ശബ്ദനിർണയത്തിൽ നിന്നും താഴെ പറയുന്ന ശ്ലോകം ഉദ്ധരിച്ചിരിക്കുന്നു. പരാഭൂതം വശസ്ഥം ച ജിതബിത് ഉച്യതേ ബുധൈ. ഒരുവൻ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലാവുകയോ ആരാലെങ്കിലും തോൽപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം ജിതഹ എന്ന് വിളിക്കുന്നു. ഹിരണ്യകശിപുവിന്റെ തപസ് അത്രമേൽ മഹത്വം അതിശയകരവുമായിരുന്നതിനാൽ ഹിരണ്യകശിപുവിനാൽ താൻ പരാജിതനാക്കപ്പെട്ടെന്ന് ബ്രഹ്മദേവൻ പോലും സമ്മതിച്ചു. ഓക്കെ, 21 കൂടി നോക്കാം. പിന്നീട് നാരദർ പറഞ്ഞ 22ാമത്തെ ശ്ലോകം. 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. തതസ്ത ആശിഷ സർവ ദദാമ്യസുരപുംഗവ മർത്തസ്യ ദേഹമർത്തസ്യ ദർശനം നാഫലം മമ. തതസ്ത ആശിഷ സർവ ദദാമ്യസുരപുംഗവ മർത്തസ്യ ദേഹം അമർത്തസ്യ ദർശനം നാഫലം മമ. അല്ലയോ അസുരശ്രേഷ്ഠ, ഇക്കാരണത്താൽ നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ ഞാനിപ്പോൾ തയ്യാറാണ്. മരണമുള്ള മർത്യന്മാരിൽ നിന്നും വ്യത്യസ്തമായി അമരന്മാരുടെ സ്വർഗീയ ലോകത്തിലുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് നീ മരണത്തിന് വിഷയീഭവിക്കുമെങ്കിലും ഞാനുമായുള്ള നിന്റെ ഈ കൂടിക്കാഴ്ച നിഷ്ഫലമാവുന്നില്ല. മനുഷ്യർക്കും അസുരന്മാർക്കും മരണമുണ്ട്, ദേവന്മാർക്ക് മരണമില്ല. ബ്രഹ്മദേവനുമൊത്ത് സത്യലോകത്തിൽ വസിക്കുന്ന ദേവന്മാർ സംഹാര സമയത്ത് അവരുടെ ഇപ്പോഴത്തെ ശരീരത്തോടു കൂടി തന്നെ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകും. അതുകൊണ്ട് ഹിരണ്യകശിപു കഠിന തപസ്സുകൾ അനുഷ്ഠിച്ചെങ്കിലും അവന് മരിച്ചേ തീരുവെന്ന് ബ്രഹ്മദേവൻ പ്രവചിച്ചു. അവനെ അമരത്വം നേടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ആ ദേവന്മാർക്ക് തുല്യനാകാൻ പോലും കഴിയില്ല. അയാൾ അനുഷ്ഠിച്ച വർഷങ്ങൾ നീണ്ട തീവ്ര തപസ്യകളൊന്നും അവനെ മരണത്തിൽ നിന്നും സംരക്ഷണം നൽകില്ല. ബ്രഹ്മദേവന്റെ പ്രവചനമായിരുന്നു. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദ്രൈ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ സിദ്ധിരൂപീണദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യം.
നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി പാശ്ചാത്യദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗൗരചന്ദ്രായ രാധികായ കൃഷ്ണായ കൃഷ്ണായ പ്രഭുപാദ ജയ ഗുരുരാജ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു വരുന്ന സ്കൂളിന്റെ ആ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് അല്ലെ, കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് ശരീരത്തിൽ തന്നെ മറന്നുകൊണ്ട് തപസ് ചെയ്യുകയുണ്ടായി അല്ലെ. ശരീരമൊക്കെ കുറുമ്പുകളും മറ്റുള്ള ജീവികളൊക്കെ തിന്നു തീർത്തിട്ട് അല്ലെ, വെറും അസ്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ മാംസവും തൊലിയും എല്ലാം പല ജീവികളും തിന്നിരുന്നു. അതുപോലെ തന്നെ കാട് മൂടിയിരുന്നു അല്ലെ. ബ്രഹ്മാവിന് പോലും ആദ്യം കണ്ടെത്താൻ കഴിയില്ല, പിന്നീട് കണ്ടെത്തുകയുണ്ടായിരുന്നു അല്ലെ. ആ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുള്ള ബ്രഹ്മാവ് സംസാരിക്കുന്നതാണ് ഈ 17ാമത്തെ ശ്ലോകം. ബ്രഹ്മാവിനെയാണ് ഇത്ര കാലം തപസ് ചെയ്തിട്ടുള്ളത്. ഓം ബ്രഹ്മദേവായ നമ എന്ന് പറഞ്ഞിട്ടാണ് തപസ് ചെയ്തിരുന്നത് അല്ലെ. ബ്രഹ്മാവ് ഇപ്പോൾ സംപ്രീതനായി, സന്തുഷ്ടനായി. അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും നേരുകയും നിനക്ക് ഞാൻ വരം നൽകാം, നീ ഇച്ഛിക്കുന്നത് എന്തും എന്നോട് ചോദിക്കുക എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. അതൊക്കെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കാം. നേരത്തെ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചു, ദേവന്മാര് നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ താൽക്കാലികങ്ങളായിട്ടുള്ള മാത്രമാണ്. ഇത്രയും കഠിന തപസ് അനുഷ്ഠിച്ചിട്ടുള്ളത് ബ്രഹ്മാവിനോട് ആഗ്രഹങ്ങൾ ചോദിക്കുക. ബ്രഹ്മാവ് തന്നെ പറയുന്നു, നിനക്ക് എന്തൊക്കെ വരങ്ങളാണ് വേണ്ടത് ഞാൻ നൽകും. വരങ്ങൾ ചോദിക്കുന്നത് നമ്മൾ പിന്നീട് അവസാന ഭാഗങ്ങളിൽ പഠിക്കും. ഇവിടെ പ്രഭുപാദർ ഭാവാർത്ഥം പറയുന്നു, ഹിരണ്യകം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹിരണ്യകശിപുവിന്റെ കഠിനമായിട്ടുള്ള തപസ്സിനെ ഹിരണ്യഗർഭൻ എന്ന് ബ്രഹ്മാവിനെ വിളിക്കാറുണ്ട്. അപ്പോ ആ ഹിരണ്യഗർഭന്റെ ഭക്തനായത് കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള ആ തപസ്സിനെ ഹിരണ്യകം എന്നറിയപ്പെടുന്നു മധ്വാചാര്യർ വിവരിച്ചിട്ടുണ്ടെന്ന് പ്രഭുപാദരേക്ക് പറഞ്ഞു. ഹിരണ്യകം എന്നറിയപ്പെടുന്ന കഠിന തപസ് അനുഷ്ഠിച്ചു എന്ന് മധ്വാചാര്യർ സ്കന്ദപുരാണത്തിൽ നിന്നും ഉദ്ധരിക്കുന്നു. രാക്ഷസന്മാരും അസുരന്മാരും ബ്രഹ്മദേവനെയും മഹാദേവനെയും പോലുള്ള ദേവന്മാരുടെ അവരുടെ പദവികൾ തട്ടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആരാധിക്കുന്നത്. മുൻ ശ്ലോകങ്ങളിൽ ഇത് വിശദീകരിച്ചു. കാരണം അസുരന്മാരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ദേവന്മാരുടെ പദവി അല്ലെ, ഇന്ദ്രന്റെ പദവി, അതുപോലെ മഹാദേവന്റെ പദവി, അതുപോലെ ബ്രഹ്മാവിന്റെ പദവി, ഇതൊക്കെ നേടിയെടുക്കണം. അതിനാണ് അവര് ആരാധിക്കുന്നത്. നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ശിവനൊക്കെ വരം നൽകിയിട്ട് ശിവൻ തന്നെ ആ ഭസ്മാസുരനെ ഭയന്നിട്ട് ഓടുന്നു. അതാണ് എന്ത് വരം ചോദിച്ചു കഴിഞ്ഞാലും അവരൊക്കെ നൽകാൻ തയ്യാറാണ് അല്ലെ, മുന്നും പിന്നെ ഒന്നും നോക്കാതെ തന്നെ. ഭസ്മാസുരൻ വരം നേടി അല്ലെ. ഞാൻ ആരുടെ ശിരസിലാണോ കൈവെക്കുന്നത് അവർ ഭസ്മമായി പോകും. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ വരം കൊടുത്തിട്ട് ശിവനെ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുണ്ടായി അല്ലെ. അവിടെ നിന്നാണ് മഹാദേവൻ രക്ഷപ്പെട്ട് ഓടുന്നത് അല്ലെ. ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ പിന്നീട് ആ മോഹിനിയുടെ മൂർത്തിയുടെ രൂപത്തിൽ വന്നിട്ട് അല്ലെ ആ ഭസ്മാസുരനെ ഇല്ലാതാക്കുന്നു. അപ്പൊ ഇങ്ങനെ പലപ്പോഴും വരങ്ങൾ നൽകിയിട്ട് ദേവന്മാരൊക്കെ അതിൽ ആ അപകടത്തിൽ തന്നെ പെട്ടിട്ടുണ്ട്. ആർക്കാണോ വരം നൽകേണ്ടത് അവർ തന്നെ നിഗ്രഹിക്കുവാനായിട്ട് വരുന്നുണ്ടായിരുന്നു.
18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, നിന്റെ ഉദ്യമം കണ്ട് ഞാൻ വളരെയധികം അതിശയിക്കുന്നു. വിരകളാലും ഉറുമ്പുകളാലും ഭക്ഷിക്കപ്പെടുമ്പോഴും നീ നിന്റെ പ്രാണവായുവിനെ അസ്ഥികളിൽ വിന്യസിപ്പിച്ച് സൂക്ഷിക്കും. നിശ്ചയമായി ഇത് വിസ്മയകരമാണ്. എല്ലാ ഭാഗത്തു നിന്നും അല്ലെ ശരീരത്തിനെ പലതരത്തിലുള്ള ജീവികളും ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെ, ഇതിലൊന്നും ചഞ്ചലപ്പെടാതെ പൂർണ്ണമായിട്ടും ബ്രഹ്മാവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ആയിരക്കണക്കിന് വർഷം. എന്താ പറഞ്ഞു, ദേവവർഷം. അപ്പൊ ഇത് ബ്രഹ്മാവിനെ പോലും അത്ഭുതപ്പെടുത്തി. ബ്രഹ്മാവ് പറയുന്നത് വിസ്മയകരമാണ്, ആരെ കൊണ്ടും സാധിക്കില്ല എന്ന്. അതിന്റെ ഭാവാർത്ഥം പറഞ്ഞു, ഹിരണ്യകശിപു പ്രകടിപ്പിച്ച ഈ ഉദാഹരണത്തിൽ നിന്നും ആത്മാവിന് അസ്ഥികളിലൂടെ പോലും നിലനിൽക്കാൻ കഴിയുമെന്ന് കാണാൻ കഴിയും. മഹായോഗികൾ സമാധിയിലാകുമ്പോൾ അവരുടെ ശരീരം മറവ് ചെയ്യപ്പെട്ടു തൊപ്പും മജ്ജയും രക്തവും പുഴുവരിച്ച് തീർക്കുമ്പോൾ അവശേഷിക്കുന്ന അസ്ഥികളിലൂടെ അവർക്ക് അതീന്ദ്രിയാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇറ്റലിയുടെ ആ ഭക്തനെ കുറിച്ചിട്ട് പറയുന്നു. അദ്ദേഹത്തിന്റെ ആ അസ്ഥികൾ മാത്രം ശബ്ദിക്കുകയുണ്ടായിരുന്നു. ഭഗവാന്റെ നാമം ശബ്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് ചൊക്കമേര എന്നാണ് തോന്നുന്നത്. അത് അദ്ദേഹത്തെയാണ് അവിടെ വിട്ടല ഭഗവാന്റെ അടുത്ത് തന്നെയായിട്ട് സമാധി എടുത്തിട്ടുണ്ടെന്നാണ് അതിന്റെ ആദ്യത്തെ പടിയിൽ അപ്പോ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പല ആചാര്യന്മാരുടെയും ആ സമാധി ഇരുത്തിയിട്ട് വീണ്ടും അതിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതും ആയിട്ട് ധാരാളം. ശ്രീരംഗത്ത് അവിടെ രാമ ഹരേ കൃഷ്ണ. സോറി, വൈഫൈ കട്ടായിട്ട് പുറത്തെടുത്തതാണ്. അത് കേൾക്കാലോ അല്ലെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാലോ അല്ലെ? ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. അത് വൈഫൈ കട്ടായിട്ടാണ്. ഓക്കെ ഓക്കെ. നമ്മൾ പറഞ്ഞു കേൾക്കാലോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ആക്കുന്നുണ്ടാവും. മൊബൈൽ ഡാറ്റ ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ ഉണ്ടാവും വീഡിയോ കൂടി ഓഫ്. ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് അങ്ങനെ ആചാര്യന്മാരുടെ ഒക്കെ ആ ശരീരവും അതീന്ദ്രിയമായിട്ടുള്ളതാണ്. അങ്ങനെ രാമാനുജാചാര്യരുടെ ഒക്കെ ആ ദേഹം ശരീരം അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹത്തെ ആ സമാധി എടുക്കുമ്പോഴൊക്കെ വലിയ കുഴിയൊക്കെ കുഴിച്ച് അതിലൊക്കെയാണ് സമാധി എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയ അദ്ദേഹം സമാധി ആകുന്നതിന്റെ മുന്നേ തന്നെ ഇത് അറിയിക്കുവാനായിട്ട് പറയുകയുണ്ടായെന്ന് പറഞ്ഞു ശിഷ്യന്മാരെടുത്ത്. അങ്ങനെ ശിഷ്യന്മാര് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അറിയിച്ച് വരുമ്പോൾ ഒരു ശിഷ്യൻ വരുന്നതിന്റെ മുന്നേ തന്നെ
അദ്ദേഹം സമാധിയാവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ സമാധിയൊക്കെ മൂടുകയുണ്ടായി. അപ്പൊ ആ ശിഷ്യൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, എന്റെ ഗുരുനാഥനെ ഒരിക്കലെങ്കിലും അവസാനമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങനെ സങ്കടപ്പെടുകയും അദ്ദേഹത്തിന് മറ്റുള്ള ശിഷ്യന്മാരൊക്കെ അവസാനമായിട്ടുള്ള ആരതിയൊക്കെ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് അനുവദിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു രാമാനുജാചാര്യർ ആ സമാധി അവസ്ഥയിൽ നിന്നും ഉയർന്നു വരികയുണ്ടായിരുന്നു. ഇപ്പോ സാധാരണ രീതിയിൽ സമാധിയൊക്കെ ആക്കുമ്പോൾ വലിയ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അല്ലെ ഏണിയൊക്കെ വെച്ചിട്ടാണ് അത്രയും അതിന്റെ താഴെയൊക്കെ പോയിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ അത്രയും താഴ്ചയിലുള്ള ആ ഒരു സമാധി ഇരുത്തി എല്ലാം കഴിഞ്ഞെടുക്കുന്നത് എഴുന്നേറ്റ് വരികയുണ്ടായി, ഉയർന്നു വരികയുണ്ടായി ആ സമാധി അവസ്ഥ. പിന്നീടാണ് രംഗനാഥ സ്വാമിയുടെ അടുത്തായിട്ട് അവിടെ വീണ്ടും സമാധി ഇരുത്തിയിട്ടുള്ളത് ഉള്ളിലായിട്ട്. അപ്പൊ അത് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഒക്കെ എല്ലാവർക്കും കാണാനൊക്കെ പറ്റിയിരുന്നു. ഇപ്പോഴത്തെ അറിയില്ല സ്ഥിതി. അപ്പോ ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും ഒരു പ്രശ്നവുമില്ലാതെ കേടുകൂടാതെ അതുപോലെ തന്നെ അവരെ സംരക്ഷിച്ചിരിക്കുന്നു. ഇപ്പൊ വേറെയൊക്കെ ചില ആൾക്കാരുടെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, അവരൊക്കെ പല കെമിക്കലുകളൊക്കെ ഉപയോഗിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്നാല് അതൊക്കെ ഇപ്പോഴ് നശിച്ച ഒരു അവസ്ഥയിലാണുള്ളത്. അല്ല, ഇവിടെ രാമാനുജാചാര്യർക്ക് എന്തൊക്കെയോ എന്താ പറയാ സുഗന്ധദ്രവ്യങ്ങളും മറ്റുള്ള ആയുർവേദത്തിലുള്ള എന്തൊക്കെയോ വസ്തുക്കളൊക്കെ ചേർത്തിട്ട് അത് ശരീരത്തിൽ പുരട്ടും, അല്ലാതെ വേറെ ഒന്നും കെമിക്കലൊന്നും ചേർക്കാതെയാണ് ഇത് സൂക്ഷിച്ചു വെച്ചത്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ പറ്റും ഓരോരോ ലീലകളിലും. നമ്മൾ നേരത്തെ നരോത്തമദാസ് ഠാക്കൂറിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും. നരോത്തമദാസ് ഠാക്കൂറിന് അദ്ദേഹത്തെ സമാധിക്കുന്ന അദ്ദേഹം അതിൽ നിന്നും സമാധിയിൽ നിന്നും തിരിച്ചു വരികയുണ്ടായി. പിന്നീട് കുറെ കാലം വീണ്ടും ശിഷ്യന്മാരെ കൂടെ ചേരുകയുണ്ടായി. ശിഷ്യന്മാരൊക്കെ ശൂദ്രഗുരുവിന്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് നരോത്തമിന്റെ ശിഷ്യന്മാരൊക്കെ പരിഹസിക്കുകയുണ്ടായി. അദ്ദേഹം പിന്നീട് സമാധിയിൽ നിന്നും വന്നിട്ട് ശിഷ്യന്മാരുടെ കൂടെ തന്നെ പ്രചാരം ചെയ്യുകയും പിന്നീട് വീണ്ടും തിരിച്ച് സമാധിയിലേക്ക് പോകുകയും. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ. അപ്പോ ആചാര്യന്മാര്, ആധ്യാത്മിക ഗുരുക്കന്മാർ, അവരൊക്കെ അവരുടെ ശരീരവും അതീന്ദ്രിയമായിട്ടുള്ളതാണ്. അപ്പൊ അവര് രണ്ടു തരത്തിലും അവരുടെ നമ്മളൊക്കെ ശരീരം അല്ലെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവരൊക്കെ ഭഗവാന്റെ നിത്യലീലയുള്ളവരാണ്. അവരിവിടെ കൃഷ്ണാബോധം പ്രചരിപ്പിക്കുവാനായിട്ട് ഭഗവാൻ അയച്ചിട്ടുള്ളതാണ് ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും. അതുകൊണ്ട് അവര് സമാധി ആയാലും അവരുടെ ശരീരവും അതീന്ദ്രിയമായിട്ടുള്ളതാണ്. പ്രഭുപാദർ പറയുന്നു, യേശുവിനെ കുറിച്ച് ക്രിസ്തുദേവനെ കുറിച്ചിട്ടും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ശരീരം മറവ് ചെയ്ത ശേഷം അതിന്റെ അവശിഷ്ടങ്ങളെ അസ്തിത്വം പ്രാപിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് കാശ്മീരിലേക്ക് പോയിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞ അയാളുടെ കണ്ടെത്തൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായെന്ന് പറഞ്ഞു. സമാധിയിലായ യോഗികൾ മറവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടും അവരുടെ ശാരീരിക അവശിഷ്ടങ്ങൾ മണിക്കൂറുകളോളം കേടുകൂടാതെ നിലനിന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരു യഥാർത്ഥ യോഗിക്ക് അവനെ മറവ് ചെയ്ത് കഴിഞ്ഞാലും മണിക്കൂറുകൾ മാത്രമല്ല വർഷങ്ങളോളം പോലും അതീന്ദ്രിയാവസ്ഥയിൽ സ്വയം ജീവൻ നിലനിർത്താൻ കഴിയും. പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഇത്തരമൊരു കഠിന തപസ്സനുഷ്ഠിക്കുവാൻ മുമ്പേ ജനിച്ചിരുന്ന ഭൃഗുവിനെ പോലുള്ള മഹർഷിക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. ഭാവിയിൽ ആർക്കും അതിന് കഴിയുകയില്ല. 100 ദേവവർഷക്കാലം ജലപാനമില്ലാതെ നിലനിൽക്കാൻ ത്രിലോകങ്ങളിൽ ആർക്കാൻ സാധ്യമാകുന്നു.
ആരാണ് പറയുന്നത്? ബ്രഹ്മാവ് പറയുന്നു. ബ്രഹ്മാവിന്റെ പുത്രനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഭൃഗു മഹർഷി, അദ്ദേഹത്തിന് പോലും കഴിയില്ല ഇത്രയും കഠിന തപസ് അനുഷ്ഠിക്കുവാൻ. 100 ദേവവർഷക്കാലം, നേരത്തെ പറഞ്ഞ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ 6 മാസക്കാലത്തിന് തുല്യമാണ്. അപ്പൊ ഇത്രയും കാലം ഒന്നും ഒരു ഭക്ഷണവും കഴിക്കാതെ അല്ലെ, ശരീരം പോലും നശിച്ചിരിക്കുന്നു അല്ലെ. അതിലെ എല്ലാ അസ്ഥിയും മാംസവും എല്ലാം ഉറുമ്പുകളും ശിഥിലകളും മറ്റുള്ള ജീവികളൊക്കെ തിന്നു കഴിഞ്ഞു. ഇങ്ങനെ ആരെ കൊണ്ടും സാധിക്കില്ല എന്നാണ് ബ്രഹ്മാവ്. അതുകൊണ്ടായിരിക്കും ആരെ കൊണ്ടും സാധിക്കാത്ത കാര്യം ഹിരണ്യകശിപുവിനെ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഹിരണ്യകശിപു ആരാണ് യഥാർത്ഥ? വൈകുണ്ഠത്തിലുള്ളവരാണ്, ഭഗവാന്റെ സേവകരാണ് അല്ലേ. ഹരേ ഹരേ കൃഷ്ണ. ഹരി താങ്ക് യു. അപ്പൊ ഇവരെന്ന് പറയുന്നത് ദേവന്മാരെക്കാളും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് വൈകുണ്ഠത്തിൽ എത്തിയിട്ടുള്ളത് അല്ലെ. ദേവന്മാർക്ക് പോലും വൈകുണ്ഠത്തില് പോവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ നേരത്തെയൊക്കെ പഞ്ചമസ്കന്ധത്തില് വിവരിക്കുകയുണ്ടായിട്ടില്ലേ. അതില് ഭക്തന്മാർക്ക് ഭഗവാൻ ലഭിക്കുന്ന കാരുണ്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിട്ടില്ലേ. അപ്പൊ അതില് പറയുന്നു അല്ലെ, ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു ഈ ഭാരതഭൂമിയിലൊക്കെ വന്ന് ജനിച്ചിരിക്കുവാനായിട്ട് അല്ലെ. ഇവിടുന്ന് മാത്രമേ തിരിച്ച് ഭഗവാനിലേക്ക് പോകാനായിട്ട് സാധിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മനുഷ്യരെത്രമാത്രം ഭാഗ്യവാന്മാരാണെന്ന് ദേവന്മാർ പറയും. അതെത്രമാത്രം സുഹൃതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാരതഭൂമിയിൽ ജനിക്കുവാനായിട്ട് സാധിച്ചത് എന്നൊക്കെ പറയുന്നത് ദേവന്മാര് വിവരിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ദേവന്മാർക്ക് പോലും വൈകുണ്ഠത്തിൽ എത്തിച്ചേരുക പ്രയാസമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തിൽ നിന്ന് വന്നിട്ടുള്ള ഭഗവാന്റെ ഭക്തനാണ് ഹിരണ്യകശിപു അല്ലെ. ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉപാധികളാണ് വെച്ചത്. 4 കുമാരന്മാരോട് അപരാധം ചെയ്തു. അതിന്റെ ഫലമായിട്ട് ശാപം ലഭിച്ചത് ചോയ്സ് കൊടുത്തു, 2 ചോയ്സ്. ഒന്നിക്കൽ നിങ്ങൾക്ക് 7 ജന്മങ്ങൾ മനുഷ്യരായിട്ട് ജീവിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാം. അല്ല അല്ലെ, 7 ജന്മാരെ ശപിക്കുന്ന ആവശ്യത്തിൽ ഭഗവാനും അതിൽ കയറി ഇടപെടുകയുണ്ടായി. അതാണ് ഭഗവാന്റെ സേവകരാണ് അല്ലെ. കൃത്യമായ ഡ്യൂട്ടി ചെയ്യുകയാണ് അവർ ചെയ്തത്. എങ്കിലും അത് അപരാധമായി അല്ലെ. തിരിച്ചറിവില്ലാതെ ചെറിയ കുട്ടികളാണെന്നുള്ള ധാരണയിലാണ്. അവരും മഹാജനങ്ങളിൽ പെട്ടിട്ടുള്ളവരാണ്, ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരാണ്, ആത്മാക്കളാണ്, ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ്. അതൊന്നും മനസ്സിലാക്കാതെയാണ്. അപ്പോ 7 ജന്മം മനുഷ്യനായിട്ട് ജനിച്ചിട്ട് തിരിച്ചു വരാനായിട്ട് പറഞ്ഞു. അതല്ല 3 ജന്മം അസുരന്മാരായിട്ട് ലീലകൾ ചെയ്തിട്ട് തിരിച്ചു വരാം, ഏത് വേണമെന്ന് ചോദിച്ചു. ദ്വാരപാലകന്മാർ ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. സാധാരണ വലിയ വീടുകളിലൊക്കെ സെക്യൂരിറ്റി ഇവരൊക്കെ ഉണ്ടാക്കുക. സെക്യൂരിറ്റിക്കാരനാണ് എല്ലാ ദിവസവും എല്ലാം കാണുന്നത്. ചിലപ്പോ അതിന്റെ ആ ഉടമ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ സെക്യൂരിറ്റിക്കാരനായിരിക്കും അത് ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നതെല്ലാം കാണും. അപ്പൊ അവരുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വേറെ റൂമിലായിട്ട് അവർ വന്നോ പോയോ എന്നത് കാര്യം സെക്യൂരിറ്റിക്കാരനാണ്. അതുപോലെ ഭഗവാനെ സദാസമയവും ദർശിക്കുന്നവരാണ് ജയവിച്ചന്മാരെ. എപ്പോഴും ഭഗവാനെ കാണും, ഭഗവാനെ പ്രണമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇത്രയും ഇനി 7 ജന്മങ്ങള് ഭഗവാനെ പിരിഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ അസുരനായാലും സാധ്യമില്ല. നമുക്ക് ഇത്രയും കാത്തു നിൽക്കുവാൻ ഇനി 7 ജന്മങ്ങൾ കാത്തു നിൽക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അസുരനായാലും പ്രശ്നമില്ല, നമുക്ക് എത്രയും വേഗം വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. സദാസ്തു അങ്ങനെയാണ് ഈ 3 ജന്മങ്ങള് അസുരന്മാരായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചു. ഹിരണ്യാശനും ഹിരണ്യകശിപുമായി, പിന്നീട് രാവണനും കുംഭകർണനുമായി, പിന്നീട് ശിശുപാലനും ദണ്ഡവക്തനുമായി സഞ്ചരിച്ച് ഭഗവാനിലേക്ക് പോകും. വീണ്ടും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ അവർ വന്നിരിക്കുന്നു എന്നുള്ളത് ചെകായി മതായി ആയിട്ട് ലീലകൾ ചെയ്യാനാണ്. അപ്പൊ ഭഗവാന്റെ കൂടെ ലീലകൾ ചെയ്യാനായിട്ട് അവർ വന്നിട്ടുള്ളതാണ്. ഭഗവാൻ ഇവിടെ കളിക്കുവാൻ ശത്രുവാൻ അല്ലെ, കുട്ടികളൊക്കെ കളിക്കുന്ന കാണാം, കള്ളനും പോലീസും അല്ലെ, അങ്ങനെയൊക്കെ ആയിട്ട് 2 വിഭാഗങ്ങളൊക്കെ ആയി. അപ്പൊ ഭഗവാനോട് അങ്ങനെ കളിക്കണമെങ്കിൽ അതിനും യോഗ്യത വേണം. അതിന് ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് തന്നെ
ദ്വാരപാലകര് തന്റെ സേവകരെ ഇവിടേക്ക് വരുത്തിയിട്ടുള്ളതാണ് ഈ ലീലകൾ. അപ്പൊ അവര് സാധാരണ നമ്മളെപ്പോലുള്ള ബദ്ധജീവാത്മാക്കളല്ല, ഒരു ജയവിജയന്മാര് ഭഗവാന്റെ സേവകരാണ് അല്ലെ. പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാം ജയവിജയന്മാരെ അവിടെ കാണാം, ദ്വാരപാലകരെ. വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ അവിടെ ആ ചുമരിന്റെ മുന്നില് തന്നെ എന്താ പറയാ, മെയിൻ ഡോറിന്റെ 2 സൈഡിലായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ മായാപൂരിലെ വലിയ ടെമ്പിളുകൾ ടിഒക്കെ അവിടെയൊക്കെ വലിയ എന്താ പറയാ, അത്രയും വലുത് 15 അടി അത്രയും വലിയ വലിപ്പമുള്ളതാണ്. അത്രയും വലിയ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് ജയവിജയന്മാരെ ദ്വാരപാലകർ. അപ്പോ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്മാരാണ്, ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട സേവകരാണ് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടും ഇത്രയും കഠിനമായിട്ടുള്ള തപസ് ചെയ്യാനൊക്കെ സാധിച്ചത്. അവരെ വൈകുണ്ഠത്തിൽ നിന്ന് വന്നിട്ടുള്ള മക്കളാണ്, സാധാരണ നമ്മളെപ്പോലുള്ള ബദ്ധജീവാത്മാക്കളല്ല, സാധാരണ ഋഷിമാരെ പോലെയല്ല അല്ലെ. അവർ നേരിട്ട് വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാന്റെ കൂടെ ലീലകൾ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാലും സാധിക്കാത്ത കാര്യമാണെന്ന് ഇവിടെ ബ്രഹ്മാവ് പറയുന്നു. എന്നെ അതിശയിപ്പിക്കുന്നു, വിസ്മയിപ്പിക്കുന്നു. ഒരു യോഗിക്ക് അനേകം വർഷക്കാലം ജലപാനമില്ലാത്ത ബാഹ്യ ശരീരം, മുറിവുകളും ചെറുപ്രാണികളും ഭക്ഷിച്ചാൽ പോലും യോഗ പ്രക്രിയ കൊണ്ട് ജീവിക്കുവാൻ കഴിയുമെന്ന് കാണാം. ഇങ്ങനെയുള്ള യോഗശക്തിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവര് കുറച്ചു കാലമൊക്കെ തപസ് ചെയ്യും, എന്നാൽ ഇത്രയും കാലം ആരാലും സാധിക്കില്ലായിരുന്നു. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഹിമാലയത്തിലൊക്കെ കഴിയുന്നവരൊക്കെ ഇപ്പോഴും അവരൊക്കെ കുറെ 6 മാസക്കാലൊക്കെ കൂടുമ്പോൾ അല്പം ജലം കഴിക്കുമെന്ന് പറയും. ചില ആൾക്കാർ അങ്ങനെ 1 വർഷമൊക്കെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ അവര് പൂർണ്ണമായിട്ടും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നിലും പുറമേയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ലാത്ത, അങ്ങനെ ഭക്ഷണവും ജലവും ഒന്നും ഇല്ലാത്ത അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ സിദ്ധികളെ, യോഗസിദ്ധികളൊക്കെ കരസ്ഥമാക്കിയിട്ട് അവർക്ക് അങ്ങനെ സാധിക്കും. ഇരുപതാമത്തെ ശ്ലോകത്തിൽ എന്റെ പ്രിയപ്പെട്ട ദിതിനന്ദന, മഹാവിശുദ്ധർക്ക് പോലും ദുഷ്കരമായ കാര്യം നിന്റെ ദൃഢനിശ്ചയത്താലും തപസ്സിനാലും സാധിച്ചിരിക്കുന്ന വിധത്തിൽ തീർച്ചയായും നീ എന്നെ ജയിച്ചു. ബ്രഹ്മാവ് പറയുന്നു, നീ എന്നെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു. ജിതഹ എന്ന വാക്യ സംബന്ധിച്ച് മധ്വാചാര്യർ ശബ്ദനിർണയത്തിൽ പറയുന്നു, പരാഭൂതം വശസ്ഥം ഉച്ചതേ ബുധി. ഒരുവൻ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലാവുകയോ ആരാലെങ്കിലും തോൽപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം ജിതഹ എന്ന് വിളിക്കുന്നു. ഹിരണ്യകശുവിന്റെ തപസ് അത്രമേൽ മഹത്വം അതിശയകരമായിരുന്നതിനാൽ ഹിരണ്യകശുവിനാൽ താൻ പരാജിതനാക്കപ്പെട്ടെന്ന് ബ്രഹ്മദേവൻ പോലും. ഇത്രയും 100 ദേവവർഷക്കാലം തപസ് ചെയ്തിട്ട് അവസാനമാണ് ബ്രഹ്മാവ് വന്നത്. അതിന്റെ ഉള്ളില് ധാരാളം കാര്യങ്ങൾ നടക്കുകയുണ്ടായി അല്ലെ. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാംസവും തൊലിയും അല്ലെ, ഇതൊക്കെ ഇല്ലാതായി തീർന്നു, ഇതൊക്കെ നശിച്ചു, പുറമ്പും മറ്റുള്ള ജീവികളൊക്കെ തിന്നു തീർത്തു. എങ്കിലും അദ്ദേഹത്തിന്റെ കഠിന തപസ് കൊടുക്കുകയുണ്ടായി. ഇപ്പോ ദേവന്മാരൊക്കെ പോയിട്ട് അവർക്ക് അത് കഴിയുന്നില്ല അല്ലെ. ദേവന്മാരുടെ ലോകത്ത്, ദേവലോകത്ത് പോലും ഹിരണ്യകശിപുവിന്റെ ആ ഉഗ്ര തപസ്സിന്റെ ചൂടും അതിന്റെ കാഠിന്യവും അനുഭവപ്പെട്ട് ദേവന്മാർക്ക് പോലും അവിടെ വസിക്കാൻ കഴിഞ്ഞില്ല എന്നാ പറയുന്നത്. അങ്ങനെയാണ് അവര് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോകും. ബ്രഹ്മാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ് അദ്ദേഹത്തെ കണ്ടപ്പോൾ പൂർണ്ണമായിട്ടും ബോധ്യമായി, ഇത്രയും കഠിന തപസ് അനുഷ്ഠിക്കുവാൻ ആരാലും സാധ്യമല്ല. ബ്രഹ്മാവും ആദ്യം തപസ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നേ, തപഹ എന്ന് ആ ഒരു അശരീരിയെടുത്തു അല്ലെ. തന്റെ ഉത്ഭവത്തിന്റെ കാരണം കണ്ടെത്താൻ ആ താമരത്തണ്ടിലൂടെ കീഴോട്ടും മേലോട്ടും ബ്രഹ്മാവും സഞ്ചരിക്കുകയുണ്ടായിരുന്നു അനേക വർഷക്കാലം. ഭഗവാൻ പിന്നീട് കാരുണ്യം അനുഗ്രഹങ്ങൾ നൽകുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. അപ്പൊ ബ്രഹ്മാവിന് പോലും അറിയാം ഇത്രയും കഠിനമായിട്ടുള്ള തപസ് ആരാലും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നു, ഞാൻ നിന്റെ മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു, നീ എന്നെ ജയിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ജിത എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാൾ
മറ്റൊരാളുടെ നിയന്ത്രണത്തിന് കീഴിലാവുകയോ അല്ലെ അയാളാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം പറയുന്നത്, അല്ലയോ അസുരശ്രേഷ്ഠ, ഇക്കാരണത്താൽ നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ ഞാനിപ്പോൾ തയ്യാറാണ്. മരണമുള്ള മർത്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അമരന്മാരുടെ സ്വർഗീയ ലോകത്തിലുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് നീ മരണത്തിന് വിഷയീഭവിക്കുമെങ്കിലും ഞാനുമായുള്ള നിന്റെ കൂടിക്കാഴ്ച നിഷ്ഫലമാവുകയില്ല. ബ്രഹ്മാവ് ആദ്യമേ തന്നെ പറയും എന്തായിരിക്കും ആഗ്രഹം എന്ന് ബ്രഹ്മാവിന് നല്ലോണം അറിയാം. അതുകൊണ്ട് പറയുന്നു, ദേവന്മാർക്കും എനിക്കുമൊക്കെ അമരത്വമുണ്ട് അല്ലെ. എങ്കിലും നീ മരണത്തിന് വിഷയീഭവിക്കും. എങ്കിലും ഞാനുമായിട്ട് കൂടിക്കാഴ്ച നിഷ്ഫലമാവില്ല. നിനക്ക് ഞാൻ അനുഗ്രഹങ്ങളൊക്കെ നൽകാം അല്ലെ. ബ്രഹ്മാവ് തന്നെ പറയുന്നു, നിനക്ക് മരണത്തിന് വിഷയീഭവിക്കേണ്ടതാണ്. ഹിരണ്യകശിപുവിന് യഥാർത്ഥത്തിൽ വേണ്ടുന്നത് അതാണ്, മരണമില്ലാത്ത അവസ്ഥ, അമരത്വം. ഇത് ലഭിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ള തരത്തിലുള്ള വരങ്ങളൊക്കെ മേടിച്ചത്. മനുഷ്യർക്കും അസുരന്മാർക്കും മരണമുണ്ട്, ദേവന്മാർക്ക് മരണമില്ല. ബ്രഹ്മദേവന് മൊത്ത സത്യലോകത്തിൽ വസിക്കുന്ന ദേവന്മാർ സംഹാര സമയത്ത് അവരുടെ ഇപ്പോഴത്തെ ശരീരത്തോടു കൂടി തന്നെ വൈകുണ്ഠത്തിലേക്ക് പോകും. അതുകൊണ്ട് ഹിരണ്യകശിപു കഠിന തപസ്സുകൾ അനുഷ്ഠിച്ചെങ്കിലും അവന് മരിച്ചേ തീരുവെന്ന് ബ്രഹ്മദേവൻ പ്രവചിച്ചു. അവന് അമരത്വം നേടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ദേവന്മാർക്ക് തുല്യനാകാൻ പോലും കഴിയില്ല. അയാൾ അനുഷ്ഠിച്ച വർഷങ്ങൾ നീണ്ട തീവ്ര തപസ്സുകളൊന്നും അവന് മരണത്തിൽ നിന്നും സംരക്ഷണം നൽകില്ല. ബ്രഹ്മദേവന്റെ പ്രവചനമായിരുന്നു. ഇത്രയും കാലം കഠിന തപസ്സനുഷ്ഠിച്ചു, എന്നാൽ അതുകൊണ്ട് ദേവന്മാരുടെ ആ പദവിയൊന്നും നേടാനായിട്ട് സാധിക്കില്ല. അല്ലെ, ഹിരണ്യകശിപു ആഗ്രഹിക്കുന്ന ബ്രഹ്മാവിന്റെ തന്നെ പദവിയാണ് ആഗ്രഹിക്കുന്നത്. അതൊന്നും ഒരിക്കലും സാധ്യമല്ല എന്നാണ്. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നാരദ ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदी हरि. നമ്മൾ ഇന്നലെ അവർ പറഞ്ഞു അല്ലെ, എന്താണ് ഉദ്ദേശം ഭഗവാൻ അറിയും. ഇത്രയും കഠിന തപസ് അനുഷ്ഠിച്ചിട്ടും ഇതൊക്കെ നിഷ്ഫലമായി എന്ന് പറഞ്ഞു അല്ലെ. പ്രഹ്ലാദ് മഹാരാജാവിന് ആ ശുദ്ധഭക്തൻ ലഭിച്ചിട്ടുള്ള ഉപദേശങ്ങൾ അനുസരിച്ച് ഭക്തി സേവനങ്ങൾ ചെയ്യുകയും ഭഗവാനെ തന്നെ നേടാനായിട്ട് സാധിക്കും അല്ലെ. ആരാലും ആ നരസിംഹ ഭഗവാന്റെ കോപം ശമിപ്പിക്കുവാൻ സാധിച്ചില്ല. പ്രഹ്ലാദ് മഹാരാജാവാണ് നരസിംഹ ഭഗവാനെ സ്തുതിക്കുകയും അദ്ദേഹത്തിന്റെ ശാന്തനാക്കുകയൊക്കെ ചെയ്തു. അപ്പോ ആ ഒരു ചെറിയ കുട്ടിക്ക് സാധിച്ചു അല്ലെ, കഠിനമായിട്ടുള്ള തപശ്ചര്യകളൊന്നും കൂടാ എന്താണ് പറയുന്നു, ഭക്തിയോഗം അനുഷ്ഠിച്ചു അല്ലെ. സുസുഖം കർത്തും അവ്യയം, വളരെ സുഖമായും സന്തോഷമായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് ഭക്തിയോഗം. ഹിരണ്യകശിപു ഇത്രയും കഠിന തപസ്സനുഷ്ഠിച്ചിട്ടും യാതൊരു ഫലവുമില്ല അല്ലെ. ബ്രഹ്മാവ് തന്നെ പറയുന്നു, നീ തീർച്ചയായിട്ടും വധിക്കപ്പെടും, മരണമുണ്ട് നിനക്കും എന്നുള്ള കാര്യം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൈയെടുത്താമെങ്കിൽ നമുക്ക് ക്ലാസ് വെച്ചെടുക്കാം. വൈഷ്ണവ എന്റെ ഗുരു വൈഷ്ണവ हरे कृष्णा प्रभु जी, हरे कृष्णा प्रभु जी, हरे कृष्णा प्रभु जी, प्रणाम प्रभु। हरे कृष्णा प्रभु जी, हरे कृष्णा हरे कृष्णा प्रभु जी, हरे कृष्णा हरे कृष्णा प्रभु जी। ओके प्रभु जी। ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു സംശയം. ഈ ദേവന്മാർക്ക് വീണ്ടും ഭൂമിയിൽ മരണം
കുറെ വർഷങ്ങൾ അവർക്ക് ആയുസ്സുണ്ട്, മരണമുണ്ട് എന്നല്ലേ പ്രഭുജി? 1-ാം അധ്യായത്തിൽ അവസാനത്തെ പഠിച്ച പോലെ എനിക്ക്. ദേവന്മാർക്ക് പറയുന്നത് 2 തരത്തിലുള്ള പ്രളയം ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് ഒരു ഭാഗികമായിട്ടുള്ള പ്രളയം. ആ സമയത്ത് ഉപരിലോകങ്ങളൊക്കെ അവിടെ നിൽക്കുകയും താഴെ ഉള്ള ഭൂമി മുതൽ താഴോട്ടുള്ള ലോകങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. അത് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന പ്രളയം. ബ്രഹ്മാവിന് 100 വർഷമാകുമ്പോൾ സമ്പൂർണ്ണ പ്രളയം ഉണ്ടാവും. ആ സമയത്ത് എല്ലാവരും ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകും, ദേവന്മാരും ഇതൊക്കെ. പിന്നെ വീണ്ടും ആരംഭിക്കും. അടുത്ത് എന്താ പറയാ, പുതിയൊരു ബ്രഹ്മാവും പിന്നീട് പുതിയൊരു യുഗവും ആരംഭിക്കും. അപ്പോഴും ദേവന്മാർക്കും തിരിച്ചു പോകേണ്ട, ബ്രഹ്മാവിനും നാശമുണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ബ്രഹ്മഭുവനാ ലോക പുനരാവ. ബ്രഹ്മലോകത്തോളം പോയാലും അവിടെ നിന്നും തിരിച്ചു വരും. ബ്രഹ്മാവിനും മരണമുണ്ട്. എന്നാലും നമ്മുടെ ഇതുപോലുള്ള അത്രയും ചുരുങ്ങിയ കാലയളവല്ല ബ്രഹ്മാവിൻ്റെത്, അത്രയും ദീർഘമായിട്ട് 1000 ചതുർയുഗങ്ങൾ. അപ്പൊ അതുകൊണ്ട് ദേവന്മാർക്ക് ദീർഘായുസുള്ളവരാണ്. അവർക്ക് എന്താ പറയുക, അവർക്കും മരണമുണ്ട്. എന്നാൽ അതുകൊണ്ട് പറയുന്ന അമരത്വം, അത് കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ നാശമില്ല എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അവർ പിന്നീട് ബ്രഹ്മാവ് അടക്കം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോയി. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. എല്ലാം ഉണ്ടായിട്ടുള്ളത് ആ ഗർഭോദക ശായ വിഷ്ണുവിൽ നിന്നാണ് അല്ലെ. ഗർഭോദക ശായ വിഷ്ണുവിന്റെ മാർഗം നിന്നാണ് അത് ബ്രഹ്മാവും ബ്രഹ്മാവ് പിന്നീട് സൃഷ്ടികളൊക്കെ. അപ്പൊ അതൊക്കെ തിരിച്ച് അവസാനം ബ്രഹ്മാവിന് 100 വർഷമാകുമ്പോൾ തിരിച്ചെല്ലാം ഗർഭോദക ശായ വിഷ്ണുവിലേക്ക് ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകും. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. രാജജി നമ്പർ കൃഷ്ണജി. കൃഷ്ണ പ്രഭുജി, ആ എന്റെ ഇല്ലത്ത് ഒരാൾ ഇന്നലെ മരിച്ചുപോയി. അപ്പൊ പെലയാണ്, 10 ദിവസത്തെ പെലയുണ്ട്. അപ്പൊ എനിക്ക് ഭാഗവതം ചൊല്ലാമോ എന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചത്. ചൊല്ലാം മാതാജി. അപ്പൊ അങ്ങനെ നമ്മള് ഓരോരോ ആൾക്കാർ ഓരോ രീതിയിലാണ് കണക്കൂട്ടുക. അപ്പൊ ചില ആൾക്കാർ നല്ലതായിട്ട് എടുക്കും. അപ്പൊ മരിച്ച വീട്ടിലും ഭാഗവതം ഭഗവത്ഗീതയൊക്കെ വായിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ. അപ്പൊ മാതാജി അങ്ങനെ ക്ലാസ് സൈലന്റ് ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ വായിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിലായിട്ട് വായിക്കുമ്പോൾ അവർ ഓരോരോ ആൾക്കാരും ഓരോ തരത്തിൽ വരും. ഓരോരോ ആൾക്കാരും നല്ല കാര്യം, ആത്മാവിന് നല്ലതാണ് ഭാഗവതം വായിക്കുന്നതും ആത്മാവിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നതും എല്ലാ കാര്യങ്ങളും നല്ലതാണ്. അപ്പൊ എന്നാൽ അത് വേറെ ആൾക്കാർ ഓരോ രീതിയിൽ ഓരോരോ ആൾക്കാർ പറയും മരിച്ചിട്ട് അവർക്കൊരു പ്രശ്നമില്ല, അവരത് വായിക്കുന്നു, അത് കേൾക്കുന്നില്ല. ഇപ്പൊ ഭഗവാനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. അപ്പൊ അത് മതജ് സാഹചര്യമൊക്കെ നോക്കിയിട്ട് ചെയ്യാം മതജ്, കേട്ടോ. മതജിന്റെ റൂമിൽ മാത്രമായിട്ട് മതജിക്ക് വായിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അപ്പൊ അവരൊക്കെ ഓരോ തരത്തിലാണ് കണക്കൂട്ടുക. ഓരോരോ എല്ലാവരും ഒരേ രീതിയിൽ കണക്കൂട്ടിയെന്ന് നമുക്ക് എന്താ പറയാ, ആത്മാവിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞാൽ ആത്മാവിന് വേണ്ടി ജപിക്കുക, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതല്ല പ്രഭു, വീട്ടിലാണെങ്കിലും അവര് വേറെ വീട്ടിലാ താമസിക്കുന്നതേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മതാജി വേറെ വീട്ടിലാണെങ്കിൽ മതാജിക്ക് ക്ലാസ് കേൾക്കുകയും ഭാഗവതം വായിക്കുകയും ഒക്കെ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ആത്മാവിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. നമുക്ക് ആരെങ്കിലും മതാജിയുടെ ആരെങ്കിലും അച്ഛന്റെ ചേട്ടന്റെ മകള് ഇതൊക്കെ ആത്മാവിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ ഒക്കെ മാതാജി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, കേട്ടോ. അതങ്ങനെ ആ വീട്ടിൽ ആ മാതാജിയുടെ വീട്ടിൽ തന്നെ ആകുമ്പോ അങ്ങനെ മാതാജി കുഴപ്പമില്ല, കേട്ടോ. ശരി, 3 പ്രാവശ്യം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 3 പ്രാവശ്യം ഹരേ കൃഷ്ണ വാങ്ങിക്കാം. ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 രാമ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ
Hare Krishna. Satyam Vidata Nijavityavasida Yakim Chevude Agilesu Japana Adisarasta Muraru Muttare Stambe Sabaya Nangam Namanusam. Hare Krishna. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. ആത്മാരദേവി പ്രാർത്ഥിച്ചിട്ട് മണ്ണേട്ടണം. അതിന്റെ വാക്കുകൾ സത്യമാക്കാനാണ് നരസിംഹദേവ് പറഞ്ഞത്. മൃഗുവല്ല സത്യവുമല്ല, മൃഗുവല്ല മനുഷ്യരോ, മൃഗുവല്ല മനുഷ്യനുമല്ല, നരസിംഹ ഭഗവാൻ. നേരത്തെ സ്വാമി എല്ലാം വേണ്ടി വന്ന് ചോദിച്ചു. ഹരേ കൃഷ്ണ. നരസിംഹ ഭഗവാന്റെ ഉണ്ട്. ഉപ്പസിംഹും അപ്പസിംഹും. ഹരേ കൃഷ്ണ. അപ്പൊ വേറെ ഒന്നുമില്ല. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജഗന്നാഥ പ്രഭു